പെൺകുഞ്ഞ് പിറന്നാൽ ഹബീബാ നബി തങ്ങളല്ലേ പഠിപ്പിച്ചതോ? ആ പെൺകുഞ്ഞ് പിറക്കുന്നത് ബറക്കത്തിന്റെ അടയാളമാണ്, ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുന്നതിന്റെ അടയാളമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പോലും പറഞ്ഞത് സന്തോഷത്തിന്റെ അവസ്ഥയാണപ്പോൾ. ആൺകുട്ടികളെ ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ, ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ഒരിക്കലും അത് സന്തോഷത്തിന്റെ വാർത്തയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ പരിശുദ്ധമായ ഖുർആൻ ഒരു പെൺകുഞ്ഞ് പിറന്നാൽ, ദമ്പതികൾക്ക് ഒരു പെൺകുഞ്ഞ് പിറന്നാൽ ആ പിറക്കുന്നത്, ആ ജനനം സന്തോഷ വാർത്തയായിട്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. وَإِذَا بُشِّرَ أَحَدُهُم بِالْأُنثَىٰ ظَلَّ وَجْهُهُ مُسْوَدًّا وَهُوَ كَظِيمٌ يَتَوَارَىٰ مِنَ الْقَوْمِ مِن سُوءِ. സഹോദരങ്ങളെ, സന്തോഷ വാർത്ത എന്നാണ്, ഹാപ്പി ന്യൂസ് എന്നാണ്. പെൺകുട്ടികൾ ജനിച്ചാൽ ആ മാതാപിതാക്കൾക്കുണ്ടാകുക എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുമ്പോ, സഹോദരങ്ങളെ, ഇത്രയധികം മഹത്വം ഒരു പെണ്ണിന് ഇസ്ലാം അല്ലാതെ മറ്റേത് മതമാ കൊടുക്കുക? തീർന്നില്ല സഹോദരങ്ങളെ. ആ പെണ്ണ് ഒരു പുരുഷന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, മന്ദസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹ്റസ സുലുസൈ ദീനി മൂന്നിൽ 2% ഈമാൻ, 2% ഈമാനം ആ പുരുഷൻ നേടിയവനാണ്, കരസ്ഥമാക്കിയവനാണ്. ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ 2% ഈമാൻ കരസ്ഥമാക്കിയവനാണ്. തീർന്നില്ല സഹോദരങ്ങളെ. ആ പെണ്ണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് അവസാനം ആ പെണ്ണൊരു കുഞ്ഞിന് ജന്മം നൽകി, നമുക്കൊരു മകനുണ്ടായി, മകളുണ്ടായി. ആ മകനുക്കും മകൾക്കും ആ ഉമ്മ ആരെന്നറിയോ? സ്വർഗമാണ്, സ്വർഗമാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്.